ഹായ്, നമുക്കേ ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിനെ കിട്ടി, ഒരു ഗസ്റ്റ്. ഇവൻ പിന്നെ ലേ ലഡാക്കിൽ നിന്ന് കന്യാകുമാരി വരെ സൈക്കിൾ ചവിട്ടിയിട്ട് യാത്ര ചെയ്യാണ്. അവനിങ്ങനെ ഒരുപാട് സ്റ്റേറ്റ് കറങ്ങി. ഇന്നലെ കണ്ണൂർ പാപ്പിനിശ്ശേരി എത്തിയപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ നിന്ന് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ ഇവിടുന്ന് മടങ്ങിപ്പോവാണ്. സാധാരണ സൈക്കിൾ, ഗിയർലെസ് സൈക്കിളാണ്, ഒരു ആർഭാടവും ഇല്ല. അവനിപ്പോൾ വന്നിട്ട് ആകെ ഒരു പ്രശ്നം ഉണ്ടായത് കൊതുകടി മാത്രമാണ്. നമ്മൾ ഇന്നലെ അതിഥി ദേവോ ഭവ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചു. അവനെല്ലാം പാക്ക് ചെയ്തിട്ട് പോകേണ്ട പരിപാടിയാണ്. നല്ല ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇവന് ഫണ്ട് റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യാത്രയിൽ കാണുന്ന ആൾക്കാരുടെ ഫോട്ടോ വരക്കും, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരക്കും. വരച്ചതിന് ശേഷം ആ പിക്ചർ അവർക്ക് കൊടുത്താൽ അവരെന്താണോ കൊടുക്കുന്നത് അതും വാങ്ങിയിട്ട് അവനടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യും. ഹായ്, ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണി സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഇബ്രാഹിം ഇങ്ങനെ വിളിക്കുന്നത്. പാപ്പിനിശ്ശേരിയിൽ കോട്ടൺസിൻ്റെ അടുത്ത്, അതായത് ബലിയോട്ടൻ ടൈൽവേഴ്സിൻ്റെ അടുത്ത് ഒരു ട്രാവലർ, ഒരു യാത്രക്കാരൻ വന്നിട്ടുണ്ട്. അവൻ ലേ ലഡാക്കിൽ നിന്ന് സൈക്ലിങ്ങിലാണ്, അതായത് ഗിയർലെസ് സൈക്കിളിലാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് കാസർഗോഡ് എൻ്റർ ചെയ്ത് ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂരിവിടെ ടെൻ്റ് അടിച്ച് താമസിക്കേണ്ട പരിപാടിയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തായാലും കാണാൻ, ഒരു ട്രാവലറല്ലേ, യാത്രക്കാരനല്ലേ, അങ്ങനെ കാണാൻ വേണ്ടി പോയി. നല്ല അടിപൊളി പയ്യൻ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ യാത്രക്കാരല്ലേ, എന്തായാലും അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ, ഒരു അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അവരെ നമ്മൾ റിസീവ് ചെയ്യണം. അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്റ്റേ ചെയ്തു. എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇവിടുന്ന് പോവും. പോയിട്ട് നേരെ ഇന്ന് കോഴിക്കോടല്ലേ ഇവിടെ ഇന്ന് കോഴിക്കോട് സ്റ്റേ ഉണ്ടാവും. ഗിയർലെസ് സൈക്കിളാണ്, ഗുർമീത് ഫ്രം പഞ്ചാബ്. ഇനി കന്യാകുമാരി പോയിട്ട് കന്യാകുമാരിയിൽ നിന്ന് അവിടുന്ന് ചെന്നൈ വഴി തിരിച്ച് ഇവൻ്റെ പഞ്ചാബിലേക്ക്, പഞ്ചാബിൽ തക്ക് പഞ്ചാബ് തക്ക്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഗുർമീത്തിന്, കേരളത്തിലെ യാത്രക്കാരുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു നമ്മുടെ ഗുർമീത് പഞ്ചാബിൽ. താങ്ക് യു. അപ്പോൾ നമ്മളെ പയ്യൻ ഗുർമീത് അങ്ങനെ വിടാൻ പോകുന്നു. നമ്മളെല്ലാവരും യാത്രയാക്കാൻ വന്നാണ്. യെസ്. खाना पीना वो रास्ता में ऐसा? हाँ, अभी तो भाई ने खिला दिया है, दूध नहीं सामने। हेलो, बोलिए। हिंदी है? हाँ, हिंदी में बोलो। अच्छा लगा भाई से मिलके। कल रात में उधर पार्किंग में टेंट लगा रहा था, तो भाई आए, मुझे बोला कि मेरे साथ ही चलो, घर में उधर ही सोना है, बाहर नहीं सोना। फिर मैं इधर आया, भाई ने खाना पीना दिया, बहुत अच्छे से केयर कर रहे हैं हमारी, तो अच्छा लगा भाई से मिलके बहुत. ഓക്കെ. യാത്രക്കാരൊക്കെ ഇങ്ങനെയാണ്, എവിടുന്നായാലും കണ്ടുമുട്ടേണ്ടവരെന്തായാലും കണ്ടുമുട്ടും. ഇവനൊരു വലിയൊരു യാത്രക്കാരനാണ്. നല്ല ഒരു മോട്ടോ വെച്ചിട്ട് ഇന്ത്യയെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാണ്. സാധാരണ ഒരു ഗിയർലെസ് സൈക്കിളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ സീ യു. നമ്മുടെ ഗുർമീത് യാത്രയാണ്. ഇനി നമ്മൾ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും വെച്ച് കാണും. ഒന്നുകിൽ മൂപ്പര് ഇനിയും കണ്ണൂരേക്ക് വരും, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ യാത്രയിൽ നമ്മൾ അവിടുന്ന് ചിലപ്പോൾ ഗുർമീത്തിനെ കാണും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു യാത്രയിൽ ചിലപ്പോൾ കണ്ടുമുട്ടിയേക്കും. ഓക്കെ, നൈസ്, സീ യു.